ആ വടപുരത്തില്ല, ജസ്റ്റ് അതിന്റെ അപ്പുറത്ത്. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചു വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചപ്പോ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി. അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാ പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്തു വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വന്നിട്ട് പറയാം കുഴപ്പമില്ല, പോട്ടെ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അല്ല ഞങ്ങൾ നോക്കി നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ. അത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം. അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ, പെട്ടീന്റെ അകത്ത് എന്താന്ന് അവർ കാണണല്ലോ. അപ്പൊ അത് പറയുമ്പോ അല്ലേ പോട്ടെ, അത് ഞങ്ങള് പോട്ടെ എടാ സാരല്ല പോട്ടെ. ഞങ്ങൾ സാരമുണ്ട്, ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു, കുഴപ്പമില്ല. ഞങ്ങൾ നിർത്തി. ഡിക്കി തുറക്കാൻ പറഞ്ഞു, തുറന്നു. പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു. പെട്ടി എടുത്ത് പുറത്തു വെച്ചു. പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല, പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ. അപ്പൊ പിന്നെ ഞങ്ങള് ഇച്ചിരി നിർബന്ധിച്ചു, അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ പരിശോധിക്കുമ്പോൾ അതിന്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത്? ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു, ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്തു വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു, തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത്? അപ്പൊ ഞാൻ ആ ക്യാമറ പിടിച്ച് കുട്ടിയോട് പറഞ്ഞു, മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തേ, ഇതൊന്ന് കാണട്ടെ, ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പെട്ടി തുറക്കാൻ അവർക്കൊരു മടി. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു. കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാം. അപ്പൊ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അവിടെയുള്ള ആരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോഴും പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവല്ലേ, ഇതിന് എന്തെങ്കിലും കിട്ടിയോ, നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു. ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചു? അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും. പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തിക്കൊടുത്തത്. സ്വാഭാവികമായിട്ട് ഡിക്കി തുറന്നു. എന്റെ പൊന്നാലി, അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ. പെട്ടി പുറത്തേക്ക് എടുത്തില്ല, ഡിക്കി മാത്രം തുറന്നു. ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നോക്കാൻ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവര് പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ട്? അപ്പൊ അവര് പറഞ്ഞു ഇനി പരിശോധിക്കാന്നുള്ളതാണ്. പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാൽ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അന്നി പോട്ടെ എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ വെക്കണം. അത് കയർക്കുന്നത് ഇതുകൊണ്ടാണെന്നേ. ഞാൻ ഒരു സെക്കൻഡ്, അതിനെന്താ അറിയാ, ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചല്ലോ, പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവര് പറയണ്ടേ, അവര് നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. ഇനി അത്ര ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. ഇനിയിപ്പോ ഞാൻ എം പിയോട് എന്റെ വണ്ടി നിർത്തൂലെന്ന് ഞാൻ പറഞ്ഞു. എം പി ആണ് എന്റെ വണ്ടി, അല്ലെങ്കിൽ MLA ആണ് ഡിക്കി തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു. MP ആണ് ഞങ്ങളുടെ പെട്ടിമ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു, പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഇതൊക്കെയാണല്ലോ. അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതൊരു ഇൻസൾട്ട് ചെയ്യാൻ ഇന്റൻഷൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. വളരെ സോഫ്റ്റായിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തത്. പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പോ ഇനി പോട്ടെ, അപ്പൊ എന്താ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം.
അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? പെട്ടി ഒരു സെക്കൻഡ് എന്താ പുറത്തേക്ക് വെച്ചോട് കൂടിയിട്ടേ ഉദ്യോഗസ്ഥർ മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ല, തുറന്നപ്പോഴാ പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ, പിന്നെന്താണെന്നറിയോ, പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ടല്ലേ ഉള്ളു എന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചിലപ്പോ അതായിരിക്കും ചോദിക്കുക. അപ്പൊ അത് വേണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു അല്ല ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു. പെട്ടിയെല്ലാം പുറത്തേക്ക് എടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെന്നെ എടുത്ത് നോക്കുമായിരിക്കുന്നു. അപ്പൊ പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അല്ല ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. എന്തിനാ പരാതി?